നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മകരവിളക്കിനോടനുബന്ധിച്ച് 800 ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. എരുമേലി, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന KSRTC ബസ്സുകൾ പിടിച്ച് ഇടരുത്. ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാവൂ. അത്തരം സാഹചര്യമുണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. പമ്പ ശ്രീരാമ സങ്കേതം ഓഡിറ്റോറിയത്തിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ തിരക്കും തിക്കുമില്ലാതെ ബസ് യാത്ര നടത്തുന്നതിനും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറുന്നതിനുമായി 4 ബാരിക്കേഡുകൾ സ്ഥാപിക്കും. പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പമ്പയിൽ നിന്ന് പുറപ്പെടുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല. എന്നാൽ ആളുകൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കൂടാതെ നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ ചെയിൻ സർവീസുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഇവ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും. അനൗൺസ്മെന്റ് സൗകര്യവും ഒരുക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി. KSRT ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ബസ്സിന് മുകളിൽ കയറിയിരുന്നുള്ള അനാവശ്യ സമരങ്ങളൊന്നും അനുവദിക്കില്ല എന്ന് മന്ത്രി ഇക്കുറിയും ആവർത്തിച്ചു. സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നത് എന്നും ഗണേഷ് കുമാർ ആവർത്തിച്ചു പറഞ്ഞു. ബസിന്റെ മുന്നിൽ കയറിയിരുന്ന സമരമൊന്നും നടത്തരുത്, അതും തെറ്റാണ്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസവും അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം, പ്രത്യേകിച്ചും ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയാണ്. KSRTC സൗകര്യം അവർക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ദീർഘദൂര യാത്ര ചെയ്തു വരുന്നവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളില്ല. ബസ് പലപ്പോഴായി പോലീസ് പിടിച്ചിടുന്നു തുടങ്ങിയ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇക്കുറി ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു പരാതിയൊക്കെ തന്നെ പരമാവധി പരിഹരിച്ചതിന് ശേഷം ബസ് പിടിച്ചിടാതെ കൃത്യമായി തന്നെ ഈ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തവണയുള്ള ഗതാഗത വകുപ്പ് മന്ത്രി, പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായ ഗണേഷ് കുമാർ മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചേക്കുന്നത്. 800 അധിക ബസ് കൂടി മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അരവണയും അപ്പവും പമ്പയിൽ വിതരണം ചെയ്താൽ സന്നിധാനത്ത് തിരക്ക് കുറയ്ക്കാനാകുമെന്ന ഗണേഷ് കുമാറിന്റെ അഭിപ്രായം ഇരു കൈകളും നീട്ടിയാണ് ഭക്തജനം സ്വീകരിച്ചത്. നെയ്യ് അഭിഷേകത്തിന്റെ നെയ്യ് ഒരു ചെറിയ പാത്രത്തിലാക്കി ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം ചെയ്യണം. നെയ്യ് വാങ്ങാൻ ആളുകൾ സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ്. സന്നിധാനത്ത് ഈ തൊഴുത് വേഗം ആളുകളെ ഇറക്കണമെന്നും തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ എന്നും പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും മാത്രം നടപ്പന്തലിൽ വിശ്രമിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു മന്ത്രി മുന്നോട്ട് വെച്ച അഭിപ്രായം.